ഹലോ ഓൾ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം സ്മാൾ ബിസിനസ് ജേണി യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ വീട്ടിലിരുന്ന് പ്രോഡക്റ്റ് എങ്ങനെ സെല്ല് ചെയ്തു എന്നതിനെ പറ്റിയാണ്. ഇന്നത്തെ കാലത്ത് വീട്ടിലിരുന്നും ബിസിനസ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാലും എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു അത് വർക്കാവുമോ എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങും, ആർക്ക് സെല്ല് ചെയ്യും, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒത്തിരി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് വാട്സപ്പിലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. എൻ്റെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ളവരെ ഉൾപ്പെടുത്തി. കൂടുതലും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. 30-40 പേരിൽ നിന്നാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ ഗ്രൂപ്പിൽ. വാട്സപ്പായിരുന്നു എൻ്റെ ഫസ്റ്റ് സെല്ലിംഗ് സോഴ്സ് എന്ന് പറയുന്നത്. വാട്സപ്പിലായിരുന്നു ഞാൻ തുടക്കം കുറിച്ചത്. പ്രോഡക്റ്റിൻ്റെ ഇമേജ് എടുത്തിട്ട് അതിൻ്റെ എമൗണ്ടും ആഡ് ചെയ്ത് ഗ്രൂപ്പിലിടും. താല്പര്യമുള്ള ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒക്കെ ചോദിക്കും. തുടക്കത്തിൽ ഞാൻ ഫാൻസി ഐറ്റംസ് ആയിരുന്നു സെല്ല് ചെയ്തത്. വള, മാല, കമ്മൽ, ഹെയർ ആക്സസറീസ്, കുഞ്ഞുങ്ങളുടെ ബോ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു കൂടുതലും സെല്ല് ചെയ്തിരുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഓർഡേഴ്സൊക്കെ വന്നു. നമ്മൾ ബൾക്കായിട്ടായിരിക്കുമല്ലോ സാധനങ്ങൾ എടുക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന 4-5 ഓർഡേഴ്സൊന്നും കൊണ്ട് നമുക്കൊന്നും ആവില്ല. അതും ആഴ്ചയിലായിരുന്നു 3-4 ഓർഡേഴ്സൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് നമുക്കൊന്നും ആവില്ല. അതുമല്ല, ഫാൻസി ഐറ്റംസിന് കസ്റ്റമൈസേഷൻ കൂടുതലാണ്, എസ്തെറ്റിക് സെൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത സോഴ്സുകളിലേക്ക് പോയി. അത് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ആയിരുന്നു. ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൽ പ്രോഡക്റ്റ്സൊക്കെ ആഡ് ചെയ്യുമായിരുന്നു. ഫേസ്ബുക്കിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം. അത് ഓൾ ഇന്ത്യ എല്ലാവർക്കും കാണാൻ പറ്റും. ആഡ് പെയ്ഡഡ് ആണ്. ഞാൻ ആഡൊന്ന് കൊടുത്തു നോക്കി. ആഡ് നമുക്ക് 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ഒരാഴ്ചയോ 1 മാസം നമ്മുടെ പൈസ അനുസരിച്ച് നമുക്ക് എത്ര ദിവസം വേണോ ചെയ്യാം. ഞാൻ ഒറ്റ ദിവസത്തെ ആഡ് ചെയ്തു. എനിക്കൊരു 200 എൻക്വയറീസ് എങ്കിലും വന്നിട്ടുണ്ട്. അതിലൊരു 4 ഓർഡേഴ്സൊക്കെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ 200 എൻക്വയറീസിലും അവർ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു കൊടുക്കണം, ഇമേജ് അയച്ചു കൊടുക്കണം. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. പ്രീപെയ്ഡാണ്, ഷിപ്പിംഗ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടാണ് മേടിക്കാനായിട്ട്. പിന്നെ അവർ അങ്ങ് പോകും. പിന്നെ വരുന്നൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലൊരു 5 പീസുള്ളൊരു സാധനത്തിന് ചിലപ്പോൾ ഒരു 10-20 പേര് ചിലപ്പോൾ അത് ചോദിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത് ഓർഡർ ചെയ്യുമോ, ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ ഇത് ഉണ്ടെന്ന് പറയണോ, എന്തെന്ന്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. ഒരു കമ്മലെടുക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ അതിൻ്റെ സെയിം മോഡൽ, സെയിം പീസ് 3 പീസൊക്കെ ചിലപ്പോൾ കാണുള്ളൂ. അങ്ങനെയൊക്കെ ഒത്തിരി കൺഫ്യൂഷൻ അതിൽ വരും. ഓർഡർ കിട്ടിയാൽ പൈസ നമുക്ക് അപ്പോഴേ കിട്ടും. അങ്ങനെ ഒരു ബെനിഫിറ്റ് അതിനുണ്ട്. പ്രീപെയ്ഡായിട്ട് മാത്രമേ നമ്മൾ അങ്ങനെയുള്ള ഓർഡേഴ്സിനൊക്കെ ചെയ്യാവുള്ളൂ. സമയം ചിലവഴിക്കുന്നതിനനുസരിച്ചുള്ള ഓർഡേഴ്സൊന്നും അതിനെനിക്ക് കിട്ടിയില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും വേറെ എന്തെങ്കിലും സെല്ല് ചെയ്യാനുള്ള വഴിയുണ്ടോ എന്ന്. ഒരു ഷോപ്പ് ഇടുന്നതിനെ പറ്റിയൊക്കെ ഞാൻ ആലോചിച്ചായിരുന്നു ആ സമയത്ത്. പക്ഷേ അത് പോസിബിൾ അല്ലായിരുന്നു. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അത് നടക്കത്തില്ല എന്ന് പിന്നെ തോന്നി. ഞാൻ പിന്നെ ഇ-കൊമേഴ്സിലോട്ട് ഇറങ്ങി. മീഷോ, ആമസോൺ പോലുള്ള വെബ്സൈറ്റിലാക്കി സെല്ല് ചെയ്യുന്നവർക്കും വിശ്വാസമാണ്, വാങ്ങുന്നവർക്കും വിശ്വാസമാണ്. ആൾക്കാരിപ്പോൾ കൂടുതലും ഓൺലൈൻ ഷോപ്പിംഗാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് എൻ്റെ പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങാം. അങ്ങനൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. സെല്ലിംഗ് എന്നതിനപ്പുറം ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നും ഒരാഗ്രഹം തോന്നി. എൻറോൾമെൻറ്റ് ID വെച്ച് മീഷോയിൽ സ്റ്റാർട്ട് ചെയ്തു. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ. അതുപോലെ ഇ-കൊമേഴ്സിനും അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് വശങ്ങളും ഉണ്ട്, പോസിറ്റീവ് വശങ്ങളും ഉണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ വരിക, പൈസ നമുക്ക് അപ്പോഴേ കയ്യിൽ കിട്ടില്ല, അത് രണ്ടും മാത്രമാണ്. ഇ-കൊമേഴ്സ് അല്ലാതെ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ അല്ലാതെ നമുക്ക് നേരിട്ടൊക്കെ കിട്ടുന്ന സെല്ലിങ്ങിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ഗ്രൂപ്പിലുള്ളവരോ അല്ലാത്തവരോ ആരോ ആയിക്കോട്ടെ, ആരെങ്കിലും നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ മറ്റോ ഒക്കെ എൻക്വയറി ചെയ്തിട്ട് അവർ വാങ്ങാതെ പോയാൽ നമ്മൾ അവരെ പുഷ് ചെയ്ത് വാങ്ങിപ്പിക്കാനോ, നമ്മുടെ ഗ്രൂപ്പിലായാലും താല്പര്യമുള്ള ആൾക്കാർ മാത്രം മതി. ബാക്കി ലെഫ്റ്റായി പോകുന്ന ആൾക്കാരെ നമ്മൾ പുറകെ ചെന്ന് പ്രസ് ചെയ്ത് വീണ്ടും ആഡ് ചെയ്യിപ്പിക്കാനോ സാധനങ്ങൾ വാങ്ങിപ്പിക്കാനോ അങ്ങനെയൊന്നും നമ്മൾ നിൽക്കരുത്. ഇനി എങ്ങനെയാണ് മീഷോയിൽ സെല്ലർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാം. www.suppliermeesho.com എന്ന സൈറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കയറുമ്പോൾ നേരിട്ട് സപ്ലയർ പാനലിൽ കയറാം. നമുക്ക് മീഷോ ആപ്പ് വഴിയും കയറാം, ഇങ്ങനെയും കയറാം.
സ്റ്റാർട്ട് സെല്ലിംഗ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അല്ലെങ്കിൽ ലോഗിൻ ഓപ്ഷൻ കാണും. അപ്പോൾ എനിക്കിപ്പോൾ ഓൾറെഡി അക്കൗണ്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് എൻ്റെ സപ്ലയർ പാനലേ വരുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ എടുത്തിട്ടില്ല, അക്കൗണ്ട് എടുത്തിട്ടില്ലാത്ത മൊബൈൽ നമ്പറൊക്കെ അടിച്ചു കൊടുത്ത് GSTയിലാണോ എൻറോൾമെൻറ്റ് ID-യിലാണോ നമുക്ക് എടുക്കേണ്ടത്, അങ്ങനെ നമുക്ക് എടുക്കാം. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മളേലുള്ള ആപ്പ് വഴി നമുക്ക് ഈ സപ്ലയർ അക്കൗണ്ട് എടുക്കാം. അതെങ്ങനെയാണെന്ന് പറയാം. നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മീഷോയിൽ കയറുന്നു. മീഷോയിൽ കയറുമ്പോൾ ഹലോ എന്നും പറഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, കൈകുപ്പി വെച്ചേക്കുന്നത്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഗോ ടു സപ്ലയർ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കാണാമല്ലോ, അതിൽ പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യണം. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് പ്രൊസീഡിൽ ഞാൻ ക്ലിക്ക് ചെയ്താലും എനിക്ക് സപ്ലയർ പാനൽ നേരിട്ട് വരും. അപ്പോൾ അങ്ങനെ അക്കൗണ്ട് എടുത്തിട്ടില്ലാത്തവർ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനെടുക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ വരും. പാസ്വേഡ്, യൂസർ നെയിം അടിക്കാനും, പിന്നെ നമ്മുടെ എൻറോൾമെൻറ്റ് ID യോ GSTയോ വെച്ച് നമുക്ക് ഏതിൽ വേണോ നമുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അതിൽ, അതായത് എൻറോൾമെൻറ്റ് ID വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർ ആധാറും പാനും മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. മീഷോയിൽ സെല്ലർ അക്കൗണ്ട് ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ടിടണേ. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ കാണാം.